എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നായ മസായിമാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മുംബൈക്കും മുംബൈയിൽ നിന്ന് കെനിയയ്ക്കുമാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഇൻഡിഗോ എയർലൈൻസാണ് ഫ്ലൈറ്റ്. ഈ മസായിമാര കെനിയയിലെ നരേക്കൗണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്തമായ വന്യജീവി സങ്കേതമാണ് മസായിമാര. പിന്നെ കുറേ നേരത്തെ ചെക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കുള്ള ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 2 ടെർമിനലുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് ഇൻ്റർനാഷണൽ ടെർമിനലും മറ്റേത് ഡൊമസ്റ്റിക്കും. നമുക്കിപ്പോൾ ഫ്ലൈറ്റ് വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് ടെർമിനലിലാണ്. ഇവിടെ നിന്ന് ബസ്സിൽ അവിടെ ചെന്നിറങ്ങി അവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. എല്ലാവരും ഫ്ലൈറ്റിലേക്ക് ഓടിക്കയറാമെന്നുള്ള വിചാരത്തിലാണ് വന്നത്. പക്ഷേ ക്യൂ ആണല്ലോ, പതുക്കെയാണ് എല്ലാവരും കയറുന്നത്. അത്യാവശ്യം നല്ല വെയിലുള്ളതിനെ കണ്ണുമുഖമൊക്കെ മൂടി പൊട്ടി പിടിച്ചൊക്കെയാണ് ഓരോരുത്തരും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. പിന്നെ നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ തന്നെ പകുതിയിലധികം വ്യോമഗതാഗതം നടക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. പിന്നെ 1999 നമ്മുടെ എയർപോർട്ട് നമുക്ക് തുറന്നു കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ പൊന്തി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ നമ്മുടെ എയർപോർട്ടും അതുപോലെ തന്നെ ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഫ്ലൈറ്റ് പൊന്തുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരിക. കാരണം എത്ര നിസ്സാരമല്ലേ നമ്മൾ. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കെന്തോ അപ്പം അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ യാത്രയിൽ കുറേ സന്തോഷവും അതേപോലെ തന്നെ കുറേ ടെൻഷനും ഉണ്ട്. ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഭാഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ടൈമിൽ തന്നെ യാത്ര വേണമെന്നാണ് വീട്ടിലുള്ള എല്ലാവരും ചോദിച്ചത്. പക്ഷേ നമ്മൾ ഇനിയൊരു ചാൻസ് ഇപ്പം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരിതിലാണ് കയറിയത്. പിന്നെ മറ്റൊരു ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി നാളത്തെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ, അത് ഭയങ്കര ഒരു അറിയിക്കാൻ പറ്റില്ല. അത്രയധികം ആകാംക്ഷയോടും കൂടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇപ്പോൾ നമുക്ക് മുകളിലെ മേഘക്കൂട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ യാത്ര കുറേ ദൂരം കഴിഞ്ഞു. ഇപ്പോൾ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മുംബൈയുടെ മുകളിലെത്തി. ഇപ്പോൾ മുംബൈ നഗരം നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ അടക്കി വെച്ചേക്കണ പോലെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആകാശ കാഴ്ചയാണ് മുംബൈയുടെ ഈ കാണുന്നത്. അരമണിക്കൂറിനുള്ളിൽ മുംബൈയിലെ പ്രധാന വിമാനത്താവളമായ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുള്ള അനൗൺസ്മെൻറ്റ് ഇപ്പോൾ തന്നെ ഇവിടെ കേട്ടു. ഈ ആഭ്യന്തര സർവീസുകൾ പ്രധാനമായും നടക്കുന്നത് ടെർമിനൽ 1 നിന്നാണ്. അന്താരാഷ്ട്ര സർവീസുകൾ നടക്കുന്നത് ടെർമിനൽ 2 നിന്നുമാണ്. മണിക്കൂറുകളുടെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട്. താഴെയുള്ള കാഴ്ചകൾക്ക് വളരെയധികം വ്യക്തതയായി തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് മുംബൈ. 1,30,00,000 ആൾക്കാർ ഇവിടെ തിങ്ങി വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാത്ത നഗരം എന്ന പേരും ഈ മുംബൈ നഗരത്തിനുണ്ട്. ഇന്ത്യയുടെ വ്യാവസായികമായ തലസ്ഥാനമാണ് മുംബൈ. ഈ പേരിലും മുംബൈ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ 6ാമത്തെ മെട്രോ നഗരവുമാണ് നമ്മുടെ മുംബൈ. മുംബൈയിലെ ആഴക്കടൽ തുറമുഖത്തിലൂടെയാണ് ഇന്ത്യയിലെ തന്നെ 50% ചരക്ക് ഗതാഗതവും നടക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ വ്യാപാരത്തിൻ്റെ വിനോദത്തിൻ്റെയും കൂടി തലസ്ഥാനം കൂടിയാണ് മുംബൈ.
പല രാജ്യങ്ങളിലെ എംബസി മന്ദിരങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയിലെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെയും ആസ്ഥാന മന്ദിരങ്ങളും സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇവിടെ ഒത്തിരി തൊഴിൽ വ്യവസായ സാധ്യതകളുള്ള കാരണം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും മുംബൈയിൽ തിങ്ങി പാർക്കുന്നുണ്ട്. അതായത് വളരെ പാവപ്പെട്ടവർ തൊട്ട് വളരെ കോർപ്പറേറ്റ് മുതലാളിമാർ വരെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മുംബൈ. അവിടെ വളരെ ഉയർന്ന ജീവിത നിലവാരമുള്ളവരെയും കാണാം, അതുപോലെ തന്നെ ഏറ്റവും പാവങ്ങളെയും കാണാൻ പറ്റുന്ന ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുമെന്ന് പറയില്ലേ, ആ ഒരു ഇതും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലത്തേക്കുള്ള ബോർഡിംഗ് പാസ് നമുക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കിട്ടിയതിനാൽ മിക്കവാറും നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയത്തെ ലഗേജിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ലഗേജ് നേരിട്ട് നൈറോബിയിൽ നിന്നാണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇത് അറിഞ്ഞ ഉടനെ മുംബൈ നഗരം കറങ്ങി കാണാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ മറ്റ് ഭാഗങ്ങൾ അടുത്ത പാട്ടായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.